പടം അടിപൊളി മൂവി, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കാര്യം ഫീൽ ഗുഡ് എന്നത് ഉദ്ദേശിച്ചത് ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഫാമിലി നമ്മളിപ്പോൾ വിമൻസിന് റൈറ്റ്സ് എന്ന് പറയണ പോലെ മെയിൽസിനും ഇപ്പോൾ ജെൻസിനും റൈറ്റ്സ് വേണം. അത് സമൂഹത്തിൽ ഈ സന്ദേശം ഈ മൂവിയിലൂടെ അറിയിക്കുന്നു. പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൗനിക്കയുടെ ക്യാരക്ടർ ആണെങ്കിൽ തന്നെ ഒരു വെറൈറ്റി തരം ഒരു ക്യാരക്ടറാണ്, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പാവം മനുഷ്യൻ. അപ്പോൾ നമുക്കും അത് ഭയങ്കര ഒട്ടും ലാഗില്ല മൂവി, ഇങ്ങനെ കണ്ടിരിക്കുക. നമ്മൾ ഈ സീരിയലൊക്കെ കാണുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് അമ്മമാർക്കും കുടുംബ പ്രേക്ഷകർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ പറ്റിയൊരു മൂവിയാണ്. പിന്നെ പ്രത്യേകിച്ച് കപ്പിൾസ്, കല്യാണം കഴിക്കാതിരിക്കുന്നവർക്കൊക്കെ കാണാൻ പറ്റിയൊരു നല്ലൊരു ഒരു കംപ്ലീറ്റ് പാക്കാണ്. ഒരു ഫാമിലി മൂവി, പക്ക ഫാമിലി മൂവിയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ തുടക്കം മുതൽ ഇതിൻ്റെ ഒടുക്കം വരെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഇന്ന് എല്ലാ ഓഡിയൻസിനെ കൂടെ ഇരുന്ന് കണ്ടപ്പം നമ്മൾ ഉദ്ദേശിച്ച ഇടങ്ങളിൽ തന്നെ നല്ല റെസ്പോൺസ് കിട്ടിയപ്പം എല്ലാം ഹാപ്പി. അതെ, സീരിയസ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അഭിമാനം ഒരുപോലെയാണ്. അപ്പോൾ പറയല്ലോ, നമുക്ക് സ്ത്രീകൾക്കാണ് എപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ മുൻഗണന കിട്ടുന്നത്. തുല്യത വേണം. എല്ലാവരുടെ പെർഫോമൻസും എക്സലൻ്റ് ആണ്. നമിതയുടെ തന്നെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണല്ലോ. ഈ പറയുന്ന നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അപ്പോൾ നമുക്ക് ബൈപോളാർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ അതൊക്കെ പോർട്രേ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് മൈന്യൂട്ട് സാധനങ്ങളാണല്ലോ. സോ അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. രണ്ടുപേരും നമ്മളെന്താ പറയുക, വൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ അങ്ങനത്തെ ക്യാരക്ടർ അല്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഇങ്ങനെ എന്താ ഹെഡ് ടു ഹെഡ് അങ്ങനെയായിരുന്നു. നമ്മളെപ്പോഴും വൈഫ് പറയുമ്പോൾ വൈഫിനെയാണല്ലോ എപ്പോഴും ഭയങ്കര പാവം, എല്ലാം വിട്ടുകൊടുത്തിരുന്നാണെന്ന്. പക്ഷെ ഇതിൽ ആ റോൾസ് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അവരുടെ ഫാമിലി ലൈഫ്, അതാണ് ഈ മൊത്തം ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇതിൽ അഭിനയിച്ച ഒരാളാണ്. ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു തേപ്പുകാരി സംഭാവന ചെയ്യണം. അപ്പോൾ ഒരു വെറൈറ്റി റോള് കിട്ടിയപ്പോൾ ചെറുതാണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു, ചന്ദ്രിക എന്നുള്ള ക്യാരക്ടർ. പിന്നെ പടം നിങ്ങളാണ് പറയേണ്ടത്, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? ഓക്കെ, അത് കേട്ടാൽ മതി. ആക്ച്വലി ഡയറക്ടർ ചേട്ടനാണ്. ചേട്ടൻ ഭയങ്കര സന്തോഷമാണ്, കാരണം കണ്ടിറങ്ങുന്നത് എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ധ്യാനാണെങ്കിലും അഭിനയിച്ചവരല്ല, നമിതയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്.